എങ്ങനെയുണ്ട്? ഏയ് സാരമില്ല. ലക്ഷ്മി എങ്ങനെ അറിഞ്ഞു? ജയം വിളിച്ചു പറഞ്ഞു. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്നല്ലേ പറയുന്നത്? ഇന്നലെ ലക്ഷ്മിക്ക് തന്നത് മുതലും പലിശയും ചേർത്ത് തിരിച്ചു കിട്ടി. ലക്ഷ്മി പോയിക്കോളൂ. വേണ്ട, ഞാനിനി പോകുന്നില്ല. ഗസ്റ്റ് റൂമിൽ കിടന്നോളാം. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഏയ്, ഇത് കണക്ട് ചെയ്യണോ? ഞാൻ ഇത്രയും കാലം നിങ്ങളെയൊക്കെ പഠിപ്പിച്ചത് വെറുതെ ആയെന്നാണ് തോന്നുന്നത്. ഒരു മന്ത്രിയെ കല്ലെറിഞ്ഞു വന്നാൽ ഈ വ്യവസ്ഥിതി മാറുമോ? കിടപ്പാടം പോയവന് പട്ടയം കിട്ടുമോ? വെടികൊണ്ട് മരിച്ചവർ തിരിച്ചു വരുമോ? സ്ത്രീകളുടെ പോയ മാനം തിരിച്ചു കിട്ടുമോ? കിട്ടുമോന്ന് എങ്കിലറിഞ്ഞോ? കൊന്നോ? ഞാനും വരാം. ജയ, ഒരുമാതിരി മുട്ടാപ്പോക്ക് പറയാം. ഞങ്ങൾക്കറിയാം നിങ്ങൾ പഴയ ഫ്രണ്ട്സാണ്. ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് അവസാനം ഇവിടെ വന്നൊന്ന് കരഞ്ഞു. നിങ്ങൾ അങ്ങ് ക്ഷമിക്കുകയും ചെയ്തു. നിങ്ങൾ ആരാ? യേശു ക്രിസ്തു. ജയ, നിങ്ങളുടെ അറിവ് എനിക്കില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. മഹിയും ജയനും പഴയ സുഹൃത്തുക്കളാണ്. ആ പേഴ്സണൽ റിലേഷൻസും പൊളിറ്റിക്സും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. എനിക്കുള്ള റിലേഷൻസ് അവനും ഉള്ളത് കൊണ്ടാണ് നീയൊക്കെ രക്ഷപ്പെട്ടത്. സ്വയം രക്ഷപ്പെട്ടതല്ലോ, അവൻ രക്ഷിച്ചതല്ലേ. ഓ, ഇനിയിപ്പോ അവന്റെ കാരണത്തിലാ നമ്മുടെയൊക്കെ ജീവിതം. കള്ളനെ കാവലേൽപ്പിച്ചതുപോലെയായി. ജയ, ഇന്നല്ലെങ്കിൽ നാളെ ഈ തെറ്റിന് നമ്മളൊക്കെ ശിക്ഷ അനുഭവിക്കും. ഉറപ്പ്, ഉറപ്പാണ്. ജയനെയും അവന്റെ കൂട്ടുകാരെയും വർഷങ്ങളായി എനിക്കറിയാം. എന്നെ എറിഞ്ഞത് അവരല്ല, അത് മറ്റാരോ ആണ്. ഞാനാണെന്ന് വിചാരിച്ചെറിഞ്ഞതുമല്ല. ഇല്ല സർ, സാറിന് തെറ്റുപറ്റിയതാണ്. അത് ജയൻ തന്നെയാ, എനിക്ക് ഉറപ്പാ. സുകുമാരക്കുറിപ്പാണെന്ന് കരുതി താൻ എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? 4. കേട്ടോ, കണ്ടെങ്കിൽ കണ്ടെന്ന് പറഞ്ഞാ മതി, കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്ന് പറയണം. അത് മുഖത്ത് നോക്കി സംസാരിക്കണോ? ജയനെ താൻ കണ്ടോ? ഞാൻ കണ്ടില്ല. ജയനെ പോലൊരാൾ. ജയനെ പോലെ ഒരാളെ അല്ല, ജയനെ താൻ കണ്ടോ? ഇല്ല സർ, ഇല്ല. ഇല്ല. ജയനെ പോലെ ഒരാളെ കണ്ടതിനാണ് ഇയാൾ ഈ കാടുവിളക്കി വന്നിരിക്കുന്നത്. അധികം സ്മാർട്ട് ആകരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോവും. മനസ്സിലായോ? ശരി സർ. തപ്പിക്കോ. നിങ്ങളല്ലാതെ വല്ലവരും ഇയാളൊക്കെ പറയുന്നതായിട്ട് വിശ്വസിക്കുമോ? സാർ, നിങ്ങൾക്കിതൊരു തോട്ടത്തിന്റെ മാത്രം പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് പ്രസ്റ്റീജ് ഇഷ്യൂ ആണിത്. ജയനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വിടുമോ സാർ? എന്തായാലും ഇത് മഹാബോറായി പോയി. വെറും ഒരു SIയും കൂട്ടി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയോട് കൂട്ടി ചോദിക്കുക. ഇതൊരുമാതിരി അടുക്കളക്കാരി പെണ്ണുങ്ങളുടെ സ്വഭാവമായി പോയി. ഏതായാലും നമുക്ക് നാളെ സംസാരിക്കാം. എനിക്കൊന്ന് കിടക്കണം, വല്ലാത്ത ക്ഷീണം. ഇവരെ ഒതുക്കേണ്ട സമയമായി. നാളെ തന്നെ നമ്മുടെ മന്ത്രിമാരുടെ യോഗം വിളിച്ചു കൂട്ടണം. പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ ആലോചിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. തുറന്ന മനസ്സോടെ എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി CM സംസാരിക്കും. ആദർശാധിഷ്ഠിതമായ ഒരു ഭരണ സമ്പ്രദായമാണ് ഈ മന്ത്രിസഭ ഇതുവരെ തുടർന്നു പോകുന്നത്. ഭാവിയിലും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്നാൽ കാലങ്ങൾ കഴിയും തോറും നമ്മുടെ പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിലുള്ള അടിവേരുകൾ നഷ്ടപ്പെട്ടു വരികയാണെന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. പ്രതിപക്ഷ പാർട്ടികളിൽ ഉള്ളതിനേക്കാൾ കഴിവും വിദ്യാഭ്യാസവും പ്രവർത്തന പരിചയവുമുള്ള നേതാക്കന്മാർ നമ്മുടെ പാർട്ടിയിലാണുള്ളത്. ആരാണവർ? നമ്മൾ തന്നെ. കഴിവുള്ള നമ്മളെല്ലാം അധികാരത്തിന്റെ കസേലകളിൽ കുത്തിയിരുന്നാൽ പാർട്ടി ആര് നയിക്കും? ആര് വളർത്തും? ഈ മന്ത്രി ഉദ്യോഗം എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഈസ് ഓൺലി എ ഗ്ലോറിഫൈഡ് മാനേജേഴ്സ് പോസ്റ്റ്. ഒരു IAS കാരന് ചെയ്യാനുള്ള പണിയേ ഇവിടെയുള്ളൂ. സമൂഹത്തിന്റെ താഴേക്കടയിൽ നിന്ന് വേണം നാം ഇനി പാർട്ടിയെ പടുത്തുയർത്തേണ്ടത്. ഹരിജനങ്ങൾ, ഗിരിജനങ്ങൾ, തൊഴിലാളികൾ, ചെറുകിട കർഷകർ, അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർ, ഇവരുടെ എല്ലാം ആത്മാവ് ഇന്ന് പ്രതിപക്ഷങ്ങളുടെ കൂടെയാണ്. മന്ത്രി കസേരകൾ വലിച്ചെറിഞ്ഞ് നാം തന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എങ്കിൽ മാത്രമേ പാർട്ടിക്ക് നഷ്ടപ്പെട്ട ഉയിരും തേജസ്സും തിരിച്ചു കിട്ടുകയുള്ളൂ. അവറാച്ചനെയും എന്നെയും കേശവ് പിള്ളയെയും പോലുള്ള വൃദ്ധന്മാർ ഈ വൈകിയ വേളയിൽ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്നതിൽ അർത്ഥമില്ല. ഓടി നടന്ന് ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ല. നിങ്ങളിൽ യുവരക്തവും ഊർജ്ജസ്വലതയുള്ളവരുണ്ട്, പ്രവർത്തനശേഷിയുള്ളവരുണ്ട്. രാഷ്ട്രം നിങ്ങളെ ഉറ്റുനോക്കുന്നു, പാർട്ടി നിങ്ങളെ ഉറ്റുനോക്കുന്നു, ജനങ്ങൾ നിങ്ങളെ ഉറ്റുനോക്കുന്നു. അത് കണ്ടില്ല എന്ന് നടിച്ചാൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, മഹാത്മാഗാന്ധിയും AKജിയും ഒരിക്കലും മന്ത്രിമാരായിരുന്നിട്ടില്ല. പക്ഷേ ജനങ്ങൾ ഇന്നും ആരാധനയോടെ അവരെ സ്മരിക്കുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തു പോയാൽ അത് അനാവശ്യമായ തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തും. അതുകൊണ്ട് ആദ്യ ബാച്ച് എന്ന നിലയിൽ ഗ്രാമവികസന മന്ത്രി ശ്രീ ഗോപാലപിള്ളയും ആഭ്യന്തരമന്ത്രി ശ്രീ മഹീന്ദ്രവർമ്മയും പാർട്ടി പ്രവർത്തനത്തിനു വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഞാൻ തയ്യാർ. എന്താ പാർട്ടി പ്രവർത്തനം നടത്താനുള്ള രാഷ്ട്രീയ പാരമ്പര്യം എനിക്കില്ല. തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, ഹൈക്കമാൻഡിന്റെ ഉത്തരവാണ്. രാജിവെച്ചേ തീരൂ. ഏത് ഹൈക്കമാൻഡാ സാറേ? നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ, ഹൈക്കമാൻഡാണോ? എനിക്ക് രാജിവെക്കാൻ സൗകര്യമില്ലെന്ന് സാർ അവരെ പറഞ്ഞ് മനസ്സിലാക്ക്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച ഞാൻ ഈ കസേരയിലെത്തിയത്. അത് സാറിനും അറിയാമല്ലോ. അതിന്റെ പലിശയെങ്കിലും ഞാനൊന്ന് ഈടാക്കട്ടെ. ഞാൻ ഒഴികെ ആർക്കും ധൈര്യമായിട്ട് രാജിവെക്കാം. മുടക്കൊന്നുമില്ലല്ലോ, സമ്പാദ്യമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ മന്ത്രിമാരെങ്ങനെയാ സാറേ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്? ശർക്കര ഭരണിയിൽ കിടന്ന കൈകളാ. അത് വെറും ഭരണിയിൽ ചെല്ലുമ്പോഴേ ചൊറിയും. എക്സ്ക്യൂസ് മീ, എനിക്ക് നല്ല സുഖമില്ല, ഡോക്ടറെ ഒന്ന് കാണണം. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, നീ അംഗം കുറിച്ചോ? ശരിയായ കളി തുടങ്ങാറായി. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തേച്ചു മിനുക്കാൻ സമയമായിരിക്കുന്നു. നമ്മുടെ ഫണ്ടിൽ നിന്ന് ഞാൻ പറയാതെ ഇനി പണം ചെലവഴിക്കരുത്. പൈസയ്ക്ക് ഇനി ധാരാളം ആവശ്യങ്ങൾ വരും. ശരി. നമ്മുടെ കൂടെ നിൽക്കുന്ന MLA-മാരുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടണം. നാളെ രാത്രി തന്നെ. 20 പേരുണ്ടാവില്ലേ? ആ കൃഷ്ണദാസിന്റെ കാര്യമാണ് ബുദ്ധിമുട്ട്. ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് അവൻ. ഒരു 4 പേരെങ്കിലും അവന്റെ കൂടെയാണ്. പണം വാങ്ങുകയുമില്ല, നമ്മുടെ കൂടെ നിൽക്കുകയുമില്ല. ഒരുമാതിരി മൊരടൻ. അവന്റെ വീട് എവിടാണ്? പാർട്ടിക്കുള്ളിൽ ഒരു കോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ജനാധിപത്യ മൂല്യങ്ങളെ എന്നും പരമാവധി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് ഞാൻ. മഹിക്ക് ഒരുപക്ഷെ അത് അറിയില്ലായിരിക്കും. നിങ്ങൾ ഇന്നലെ വന്ന പയ്യനാണ്. ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചോ എന്ന കാര്യം എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ ഉടുതുണി ഉയർത്തിപ്പിടിച്ചായി കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല. പത്രത്തിൽ വായിച്ചതാ. പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു സാധാ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു കൃഷ്ണദാസ്. ഇന്ന് അയാളുടെ മൂത്ത മകൻ അമേരിക്കയിൽ MBA-ക്ക് പഠിക്കുന്നു. ഇളയ കുട്ടികൾ ഊട്ടിയിൽ. ബോംബെയിൽ ഭാര്യയുടെ പേരിൽ 5 സ്റ്റാർ ബ്യൂട്ടി പാർലർ. സഹോദരന്റെ പേരിൽ ഉദ്ഘാടനം കാത്തുകിടക്കുന്ന ഒരു എയർ കണ്ടീഷൻ തിയേറ്റർ. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമ്പാദിച്ചവയാണ് ഇവയെങ്കിൽ പേടിക്കണ്ട. ഇല്ലെങ്കിൽ പേടിക്കണം. നാളെ രാവിലെ ഉണർന്നെണീക്കുമ്പോൾ വിജിലൻസിനെ കണി കാണാൻ ഇഷ്ടമാണോ? ഇഷ്ടമില്ലെങ്കിൽ നാളെ രാത്രി ഞാൻ വിളിച്ചു കൂട്ടുന്ന സമ്മേളനത്തിന് വരിക. ഗുഡ് നൈറ്റ്.